വയനാട് ജില്ലയിലെ പനമരത്ത് ഏതാനും ദിവസങ്ങളായി ഒരു കടുവ ജനങ്ങളിൽ ഭീതി വിതറിക്കൊണ്ട് അങ്ങനെ സൂര്യവിഹാരം നടത്തുകയാണ്. കടുവയെ പിടികൂടി ജനങ്ങളെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യത്തോട് വളരെ ക്രിയാത്മകമായിട്ടാണ് വയനാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടവും പോലീസും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു പ്രത്യേക നിർദ്ദേശവുമില്ലാതെ തന്നെ ഉദ്യോഗസ്ഥ വിഭാഗം കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അത് ആശാവഹമായ ഒരു വഴിത്തിരിവായി ഞാൻ കണക്കാക്കുകയാണ്. ഇപ്പോൾ അവിടെ 100ഓളം വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ യജ്ഞത്തിൽ പങ്കാളികളായിട്ടുള്ളത്. 5 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരും 2 DFOമാരും കൂട്ടായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകൊണ്ടിരിക്കുകയാണ്. 2 ഡ്രോണുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 8ഓളം ക്യാമറകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2 കുങ്കിയാനകളെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരുക്കങ്ങൾ. അനുയോജ്യമായ സമയത്ത് സ്ഥലത്തും കടുവയെ കണ്ടെത്തിയാൽ തീർച്ചയായും അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിലെ വെറ്റിനറി ഡോക്ടർമാരായ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ ടീമും അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണമാണ് ഇവിടെ ഈ ഓപ്പറേഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ജില്ലാ ഭരണകൂടവും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് പാലിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ, ഇനിയും ഒരു അപകടം ഉണ്ടാകാത്ത വിധത്തിൽ ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. ഇന്ന് 8:30 മണി മുതൽ അവിടെ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് 5 മിനിറ്റ് മുമ്പ് അവിടുത്തെ DFO എന്നെ നിങ്ങൾ കേട്ടിരിക്കും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കാര്യക്ഷമതയോടെ കുറ്റമറ്റ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും അതനുസരിച്ച് തന്നെയാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോസിറ്റീവായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലേക്കുള്ള ഒരു മാറ്റമായി ഞാനിതിനെ കാണുകയാണ്. എത്രയും പെട്ടെന്ന് അവർ ഈ ഓപ്പറേഷൻ വിജയിക്കട്ടെ എന്നും ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് മിനിസ്റ്റർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പരിഭ്രാന്തരാകാതെ ജനങ്ങൾ പൂർണ്ണമായി ഇതിലുമായി സഹകരിക്കണമെന്ന്. അതൊരു പ്രധാനപ്പെട്ട കാര്യമില്ല. കാരണം ഇപ്പം നല്ല സഹകരണം കിട്ടുന്നുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾ ഇതിനിടെ പലരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല, അവരത് ചെയ്യുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വരുമ്പോഴാണ് ഞങ്ങൾ ഇടപെടുന്നത്. അല്ലാതെ ഓരോ കാര്യത്തിലും മന്ത്രിമാരോട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ചോദിക്കുന്നത് നല്ല അഡ്മിനിസ്ട്രേഷനായിട്ട് ഞാൻ കാണാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളൊക്കെ വിളിക്കുന്നത്. അതവർ ചെയ്യട്ടെ, അവർ നന്നായി ചെയ്യും. പിന്നെ അവരുടെ ഭാഗത്ത് പാളിച്ചയും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ ആര് ശ്രദ്ധയിൽപ്പെടുത്തിയാലും ഇടപെടാനാണ് മന്ത്രിക്കുള്ളത്. അല്ലാതെ ദൈനംദിന കാര്യങ്ങൾക്ക് അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പം നിങ്ങളുടെ മാനേജ്മെൻറ്റ് വിളിച്ചിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതേസമയത്ത് നിങ്ങളുടെ അടുത്ത് വീഴ്ചയുണ്ടായാൽ മാനേജ്മെൻറ്റ് സ്വാഭാവികം. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാനത്താണ് മന്ത്രി. അതുകൊണ്ട് ഞാനതിനെ നല്ല മാറ്റമായി കാണുകയാണ്. ഈ മാറ്റത്തെ പ്രോത്സാഹിപ്പിച്ചാൽ ജനങ്ങൾക്കാകെ നല്ല സേവനം നൽകാൻ വനംവകുപ്പിന് കഴിയുമെന്ന് പ്രത്യാശിക്കാം.